മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണ്. എല്ലാവർക്കും സുഖമാണ്. അപ്പം എല്ലാവരും ഇന്ന് വളരെ ഹാപ്പിയാണല്ലേ? വളരെ ഹാപ്പിയാണല്ലേ? ഇന്ന് എന്തൊക്കെ വിശേഷങ്ങളാണ്? നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാണല്ലേ? അപ്പം എന്തൊക്കെ വിശേഷങ്ങൾ? വീട്ടിലേക്ക് അമ്മമാർ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയൊക്കെയാണല്ലോ എല്ലാവരും കാണുക. എല്ലാവരും കുളിച്ച് സുന്ദരമായിരിക്കും. നമ്മളെ ക്ലാസ് ചിലപ്പോൾ 10 മണിക്ക്, ഞാൻ 9 മണിക്ക് എന്നൊക്കെ പറയുമല്ലോ. അതൊക്കെ തന്നെ. അപ്പോൾ എല്ലാവർക്കും വളരെ ഹാപ്പിയാണ്. എല്ലാവരും വളരെ ഹാപ്പി. ടെക്സ്റ്റ് ബുക്കും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും പെൻസിലും എല്ലാം എടുത്ത് വെച്ചിട്ടില്ലേ എൻ്റെ മക്കളെ? എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള സുഖമാണ്. നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കാം. എല്ലാവരും വലിയ കയ്യടി കൊടുത്തേ. ഓക്കെ, പോവാം. നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുമ്പോൾ എന്താ പറയേണ്ടത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് ഇപ്പോൾ നിവർന്ന് നിൽക്കുകയാണ്. ഈ പ്ലാന്റിന് നിവർന്ന് വയ്ക്കുന്ന കാര്യം കൊണ്ടെന്ന് വെച്ചാൽ ഈ പ്ലാന്റിൻ്റെ സ്റ്റെം കണ്ടോ? സ്റ്റെം സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് ഈ പ്ലാന്റ് നിവർന്ന് നിൽക്കുന്നത്. പക്ഷേ ഈ പ്ലാന്റിൻ്റെ സ്റ്റെം സ്ട്രോങ് അല്ലല്ലോ. ഈ പ്ലാന്റ് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഈ ഒരു ഈ പ്ലാന്റിൻ്റെ റൂട്ട് കണ്ടോ നിങ്ങളെല്ലാവരും? നല്ല റൂട്ടാണ്. ഞാൻ 2 പ്ലാന്റ് പറിച്ചിട്ടുണ്ട്. ഈ 2 പ്ലാന്റ് ഒരേ കണക്ക് പറിച്ചു. ഈ റൂട്ട് കണ്ടോ എല്ലാവരും? റൂട്ട് കണ്ടോ? ഈ റൂട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ ഈ ഫ്ലവർ ഇങ്ങനെ നിൽക്കുവാണ്. ഇത് ഇത്രയുള്ളെന്ന് വിചാരിച്ചു. ഇതാ ചിലപ്പോൾ ഇത്രയൊക്കെ കാണും. ഇത്ര നിങ്ങൾ വിചാരിച്ചു. ഇത്രയൊക്കെ കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഇത്രയൊക്കെ മതി എന്നൊക്കെ പറയും. അപ്പോൾ ചിലപ്പോൾ ഈ പ്ലാന്റ് ഈ ഇത്ര നിൽക്കുന്ന പ്ലാന്റ് എങ്ങനെയാണ് തന്നെ ഗ്രോ ചെയ്യുന്നത്? ഗ്രോ എന്ന് വെച്ചാൽ വളരുന്നു. ഓക്കെ, ഈ പ്ലാന്റ് തന്നെ അങ്ങ് വളർന്നു പോകും. അതിനൊന്നും കൊടുക്കണ്ട, അന്ന് തന്നെ അങ്ങ് വളർന്നു. അല്ല, എന്ത് വേണം ഇതിന്? ഈ പ്ലാന്റിന് എന്ത് വേണം? വാട്ടർ വേണം, എയർ വേണം, പിന്നെ എന്തൊക്കെയോ വേണം. എല്ലാം വേണമെങ്കിൽ ഈ റൂട്ടാണെങ്കിൽ എന്ത് ചെയ്യും? ഈ വെള്ളവും എയറൊക്കെ ഇപ്പം നമ്മൾ ഈ വേരിലാണ് ഒഴിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വേര് ഒഴിക്കുമ്പോൾ ഈ റൂട്ട് എന്ത് ചെയ്യും? വെള്ളം ഇങ്ങനെ പടർത്തി ഇതിനെ വലുതാവും. മനസ്സിലായോ? വെള്ളം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ റൂട്ട് കണ്ടോ നിങ്ങൾ? ഈ റൂട്ട് ഇപ്പോൾ വെള്ളമാണെന്ന് വിചാരിച്ചു. ഈ റൂട്ട് എന്ത് ചെയ്യും? വളരും. അങ്ങനെ വളരും. ഈ റൂട്ട് വളരുന്നത് ഇതിൽ. ഓക്കെ, ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്ലാന്റ് കണ്ടോ നിങ്ങൾ? ഈ റൂട്ട് എന്ത് ചെയ്യും? വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഈ റൂട്ട് ഇങ്ങനെ വളരും. അപ്പം ഈ റൂട്ടിൻ്റെ ഈ വെള്ളമാണെങ്കിൽ ഈ റൂട്ട് എന്ത് ചെയ്യും? ഇതിൻ്റെയൊക്കെ ഈ റൂട്ട് ഈ സ്റ്റെമ്മിലേക്ക് കണക്ഷൻ കൊടുക്കും. ഈ കണക്ഷൻ കൊടുക്കുമ്പോൾ സ്റ്റെം ഇങ്ങനെ വളർന്ന് ലീഫൊക്കെ റെഡിയായി വരും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ കുഞ്ഞ് ഫ്ലവർ, ഈ കുഞ്ഞിലല്ലേ, അതൊക്കെ ഇത്രയൊക്കെ ആവും. അതൊക്കെ ഈ റൂട്ട് കാരണമാണ് അതിന് വളരാൻ പറ്റുന്നത്. റൂട്ടില്ലാതെ അതിനെങ്ങനെ വളരാൻ പറ്റൂ? റൂട്ടില്ലാതെ വളരാൻ പറ്റുമോ മക്കളല്ലേ? ഇല്ല. എല്ലാത്തിലും റൂട്ടുള്ളതുകൊണ്ടാണ് വളരുന്നത്. ഓക്കെ, എല്ലാവർക്കും റൂട്ടൊക്കെ ഉണ്ട്. ഈ ഫ്ലവർ ഇപ്പോൾ ഇത്രയൊക്കെ ആയെന്ന് വിചാരിച്ചു. ഇത്രയൊക്കെ ആയപ്പെട്ടെന്ന് മരിച്ചൊക്കെ പോയി. ചൂടും വെയിലും എല്ലാം കാരണം എയറൊന്നും കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ ഇത് എന്ത് ചെയ്ത്
ഇതിന് ജീവിക്കാൻ കഴിയത്തില്ല. എയറും വാട്ടറൊന്നും ഇല്ലാതെ ഇതിന് ജീവിക്കാൻ പറ്റും ഇല്ല. അപ്പോൾ ഇത് പെട്ടെന്ന് സ്ട്രിപ്പിച്ചെന്ന് വെച്ചാൽ മരിച്ചുപോയി. ടീച്ചർ ആ ഫോട്ടോ കാണിച്ചു തരാവേ കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ 2 പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. 2 പ്ലാന്റ്. ഈ പ്ലാന്റിന് ചെറിയ റൂട്ടുണ്ട്. ഈ പ്ലാന്റ് കുറച്ചും കൂടെ വലുതായിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ ഒരേ റൂട്ടെന്ന് വിചാരിക്കും. ടെക്സ്റ്റ് ബുക്ക് എടുത്ത എല്ലാവരും, എല്ലാ മക്കളും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. ഞാൻ അങ്ങനെ പറയുന്ന പേജ് എടുക്കാം. ഞാൻ പറയുന്ന പേജ് എടുക്കാം. ദേഷ്യം എല്ലാ പൊന്നു മക്കളും ഒന്ന് ടീച്ചർ പറയുന്ന പേജ് എടുക്കാവൂന്ന് പറഞ്ഞല്ലോ. 11 എടുത്തേ. 11 എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ നമ്മൾ കണ്ടോ കുഞ്ഞ്. ഇയാളാണിപ്പം ഇയാളാണെങ്കിൽ കുഞ്ഞായി വലുതായി. ഇതാണെങ്കിൽ അപ്പനായി. ഇതാണെങ്കിൽ മരിച്ചു പോകും. അങ്ങനെ പ്ലാന്റും അതേപോലെ തന്നെ ചെയ്യും. കുഞ്ഞായി വലുതായി മരിച്ചു പോകും. കാരണം ആ പ്ലാന്റിൻ്റെ രൂപം കാണിച്ചു തരാം മക്കൾക്ക്. അത് 12. കണ്ടോ പ്ലാന്റ് ചെറുതായി കുഞ്ഞായി വരെയുണ്ട്. ഈ പ്ലാന്റ് അതിങ്ങനെ ഇത്രയായി അത് മരിച്ചും പോയി. അപ്പൂപ്പനായ ഇങ്ങനെയൊന്നും കാണത്തില്ല. മരിച്ചു പോകുമ്പോൾ അത് എല്ലാ ഇലകളും ഫുള്ളാവും.